സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ ട്രേഡിംഗ് വഴി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. തിരുവനന്തപുരം കവടിയാർ സ്വദേശി യുവതിക്ക് 27 ലക്ഷം രൂപയാണ് നഷ്ടമായത്. തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കറാണ് ചേരുന്നത്. ജയശങ്കർ, ഈ സാമ്പത്തിക തട്ടിപ്പുകൾ ഏറി വരികയാണ്. ഇപ്പോൾ RBIയും സെബിയും അടക്കമുള്ള നിയന്ത്രിതാക്കൾ പലതരത്തിലുള്ള നയങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പലയിടങ്ങളിലും ഇത് സംഭവിക്കുന്നു. ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ്, എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, കവടിയാർ സ്വദേശിയായ യുവതിക്ക് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ്. ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ സംഘം 27 ലക്ഷം രൂപ തട്ടിയത്. ഈ യുവതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റിയിലെ സൈബർ പോലീസ് കേസെടുത്തു. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയും തലസ്ഥാനത്ത് 50 ലക്ഷത്തിലധികം രൂപയുടെ വലിയ 2 തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഈ തട്ടിപ്പ് കേസുകൾ നിരന്തരം രജിസ്റ്റർ ചെയ്യുമ്പോഴും ഇതിലൊരു നടപടി എടുക്കാൻ പ്രതികളെ കണ്ടെത്താനോ പോലീസിന് സാധിക്കുന്നില്ല. കേവലം FIRകൾ രജിസ്റ്റർ ചെയ്ത ചില ബാങ്ക് ഐഡികൾ മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് മാത്രമാണ് പോലീസിന് കടക്കാൻ സാധിക്കുന്നത്. വലിയ ഉത്തരേന്ത്യയിലെ തട്ടിപ്പ് ലോബിയാണ് ഈ തട്ടിപ്പുകൾക്ക് പിന്നിൽ. ഇവരെ കണ്ടെത്താനോ ഇവരെ പ്രതിരോധിക്കാനോ പോലീസിന് സാധിക്കുന്നില്ല. പോലീസ് പറയുന്ന കാര്യം ജനങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് ഇതിലൊരു പരിഹാരം. ജനങ്ങൾ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ്. പക്ഷേ പണത്തോടുള്ള ആർത്തി മൂലം യുവാക്കൾ ഉൾപ്പെടെ പല ആളുകളും ഇത്തരം തട്ടിപ്പുകൾക്ക് നിരന്തരം ഇരയാകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. 2024 100ലധികം കേസുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരള പോലീസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം 200 കോടി രൂപയിലധികമാണ് ഇത്തരം തട്ടിപ്പുകളിലൂടെ സംസ്ഥാനത്ത് നഷ്ടമായത്. അത്തരത്തിൽ വളരെ ഗുരുതര സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തെ മറ്റു പല ജില്ലകളിലും സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കേവലം കേസെടുക്കുന്നതിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്ന ഒരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് AV ജയശങ്കറാണ്.